ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചില കാര്യങ്ങൾ പിഴച്ചോന്ന് ഞാനും സമ്മതിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ രഹസ്യമായി വെക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്താന്ന് വെച്ചാ ചെയ്യാം. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നവീൻ, 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 എന്നെ വിട്ട് പോവല്ലേ, ഞാൻ സമ്മതിക്കില്ല. ഞാനിതിന് സമ്മതിക്കില്ല, ഞാനിതിന് സമ്മതിക്കില്ല, സമ്മതിക്കില്ല. മോളെ, എന്താ മോളെ? മമ്മി, ആ കൃഷ്ണ എന്റെ നവീനെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. എനിക്ക് ഉറപ്പാ മമ്മി, അവൾ അത് ചെയ്യും. നവീൻ, നവീൻ എന്റെ കൂടെ നിൽക്കായിരുന്നു. അപ്പോഴാ ആ പിശാച് വന്നത്. അവളെ കണ്ടപ്പോ നവീൻ എന്നെ തട്ടി മാറ്റി. എന്തൊക്കെയാ മോളെ പറയുന്നേ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കിടന്നിട്ടല്ലേ ഇത്ര സ്വപ്നങ്ങളൊക്കെ കാണുന്നത്? ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷേ സ്വപ്നങ്ങൾ സൂചനകളാണെന്ന് മമ്മി എന്നോട് പറയാറില്ലേ? കൃഷ്ണ എങ്ങനെ നിനക്കൊരു ഭീഷണിയാവുന്നത്? അവള് ജീവിച്ചിരുന്നാലല്ലേ? ദുർമരണം കാത്തു നിൽക്കുന്നവൾ അവള്. ഗാഥ മാഡം, ആ കളരിക്കലെ ശാപവും പ്രവചനവും ഒക്കെ മാഡത്തിന് അറിയാവുന്നല്ലേ ഇപ്പോ? ചാകാനുള്ള ദിവസം തീരുമാനിക്കപ്പെട്ട ഒരുത്തിയാ കൃഷ്ണ. ജീവിതത്തിലല്ല, സ്വപ്നത്തിൽ പോലും അവള് നിന്നെ വേട്ടയാടാൻ പാടില്ല. സമാധാനമായിട്ട് കിടന്നുറങ്ങ. മമ്മി കൂടെ ഇരിക്കാം. വാ, കിടക്കാം. വാ. ഉറങ്ങിക്കോ. എന്റെ മാണിക്കുഞ്ഞെ, ഓഫീസ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നവീൻ കല്യാണത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോ താൻ ഓഫീസ് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നോ? ആര് പറഞ്ഞമ്മേ? ദാ നോക്കിയേ, ഞാൻ കല്യാണത്തിന്റെ ചടങ്ങുകളും അതിനുശേഷമുള്ള പരിപാടികളൊക്കെ കൃത്യമായ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തോണ്ടിരിക്കുക. കൊള്ളാലോ. ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങള്, അത് കഴിഞ്ഞ ഇവിടെ ഗ്രഹപ്രവേശത്തിന്റെ കാര്യങ്ങള്, അത് കഴിഞ്ഞുള്ള ചടങ്ങുകള് എല്ലാം കൃത്യമായി ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദേ, കുടുംബക്കാർ ഒരുങ്ങി ഇറങ്ങിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഈ മാണിക്കുഞ്ഞേറ്റും. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതെ,
ഓഫീസിലെത്തുമ്പോ നവീൻ സാർ എന്റെ ബോസാ. പക്ഷേ എന്റെ മനസ്സിൽ നവീൻ സാറ് എന്റെ അനുജൻ തന്നെയാ. സാറിന്റെ കല്യാണം ഗംഭീരമായി നടത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ സാറിന്റെ അസിസ്റ്റന്റ് ആണെന്നും പറഞ്ഞ് നടക്കുന്നത് എന്തിനാണമ്മേ? കാര്യങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നാലും അവന്റെ കാര്യമായതുകൊണ്ട് എന്റെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ. കല്യാണം കഴിഞ്ഞാലേ ഒരു സമാധാനാവൂ. എല്ലാം കഴിയുമ്പോ പൊന്നുപോലൊരു മരുമോളെ അല്ലേ അമ്മയ്ക്ക് കിട്ടാൻ പോകുന്നത്. ഗാഥ മാഡം ഈ കുടുംബത്തിന്റെ ഭാഗ്യാണമ്മേ. ഉം. ഉദയേട്ടാ, എന്നാലും ഉദയേട്ടൻ കണ്ടതുപോലെ അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടുവെന്ന് എനിക്ക് തോന്നിയത് എന്താ? ആണോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അത് ഉച്ചക്കിറക്ക്. നീ പറയുമ്പോ സത്യം. എന്റെ നിർമ്മലെ, ഇവിടെ എന്തോ ഒരു മായാജാലം നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. അങ്ങനെ ഒരുത്തിയുണ്ടോ? ഗാഥയെ പോലെ വേറൊരുത്തി? ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത് കണ്ടുപിടിക്കാനാണോ രണ്ടും കൂടി ഗാന്ധയുടെ വീട്ടിലേക്ക് പോയത്? ആഭരണങ്ങൾ അണിഞ്ഞ് പുടവ കൊടുക്കുമ്പോ അവൾ ആ നിമിഷം പിടഞ്ഞു വീഴൂന്നല്ലേ പറഞ്ഞത്? അത് കാണാനല്ലേ കൊതിയോടെ രണ്ടാളും കൂടി എഴുന്നള്ളിയത്? എന്നിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വന്നു. ഇപ്പതാ പുതിയൊരു കഥ. ഗാന്ധയെ പോലെ വേറൊരുത്തി. ഭ്രാന്താണ് രണ്ടുപേർക്കും. മോളെ, ഒരു പക്ഷേ സാധ്യത ഉണ്ടെന്നല്ലാതെ ആ തിരുമേനി തീർത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി താലികെട്ട് കഴിയട്ടെ, അവൾ നവീന്റെ വധുവാവട്ടെ. ഹാ, അത് കഴിയുമ്പോ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ ഇനി അവര് ജീവിക്കട്ടെ, അവർക്ക് കുഞ്ഞുങ്ങൾ പിറക്കട്ടെ, നീ സമാധാനായിട്ടിരുന്നോ എന്നോട് പറഞ്ഞാ മതിയല്ലോ. അല്ല, അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യമ്മേ, ഗാന്ധയെ പോലെ വേറൊരുത്തിയെ കൂടി കണ്ടുപിടിക്ക്, നവീനെ പോലെ വേറെ ആരെങ്കിലും കൂടി കണ്ടുപിടിക്ക്. എന്നിട്ട് രണ്ട് വിവാഹവും കൂടി ഒന്നിച്ചങ്ങ് നടത്ത്. മനക്കോട്ട കെട്ടിക്കെട്ടി വട്ടായി രണ്ടെണ്ണത്തിനും. നവീന്റെ താലി കഴുത്തിൽ വീണ ആ നിമിഷം അവള് ചാവണം. അല്ലാതെ അവള് നവീനോടൊപ്പം ചേർന്ന് ഒരു നിമിഷം പോലും ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നിന്റെ കണ്ണുനീരിന് അമ്മ വില തരാതിരിക്കില്ല. എന്താ ഇനി നീ ചെയ്യാൻ പോകുന്നത്? അതിപ്പോ നിങ്ങളാരും അറിയണ്ട. പറയാനുള്ളതല്ല, പ്രവർത്തിച്ച് കാണിക്കാനുള്ളതാ. നിർമ്മലെ, ജാതകപ്രകാരം ഗാഥയ്ക്ക് ചാകാനുള്ള വിധിയുണ്ട്. പക്ഷെ നീയായിട്ട് സ്വന്തം മോൾക്ക് അങ്ങനെ ഒരു വിധി എരന്ന് വാങ്ങിക്കരുത്. പഴയ അനുഭവങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചില കാര്യങ്ങൾ പിഴച്ചോന്ന് ഞാനും സമ്മതിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ രഹസ്യമായി വെക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്താന്ന് വെച്ചാ ചെയ്യാം. നിന്നോട് കൂടി ചേർത്തിട്ടാ ഞാനിത് പറയുന്നത്.